വിയറ്റ്നാമിൽ വന്ന് 3-4 ദിവസം കൊണ്ട് ഇവിടുത്തെ സീ ഫുഡും പുഴുങ്ങിയ ചിക്കനും കുറേ സോസും അതും ഇതുമായിട്ടൊക്കെയുള്ള ഫുഡൊക്കെ തിന്ന് മതിയായി. ഇനി കുറച്ച് ദോശയും ചമ്മന്തിയും കിട്ടിയാലെങ്കിലും മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഒരു ഹൈക്കിങ്ങിന് വന്നേക്കുവാണ്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാം. ഇത് നിൻബിൻ കേവ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഹനോയിയുടെ അവിടുന്ന് 2.5 മണിക്കൂർ പോകണം. ഇതിൻ്റെ ഈ ഒരു ലയിങ് ഡ്രാഗൺ മൗണ്ടൻ ടോപ്പാണിത്. ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കയാക്ക് ചെയ്ത് താഴെ വന്ന് അവിടെ നിന്ന് ഹൈക്ക് ചെയ്ത് മുകളിൽ വരാം. 500 സ്റ്റെപ്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പകുതി വരെയൊക്കെ ഉള്ളൂ സ്റ്റെപ്പ്, അവിടം വരെ ഉള്ളൂ. ഹസ്ബൻഡൊക്കെ വന്നുള്ളൂ. മോനുള്ളതുകൊണ്ട് മുകളിലോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത്. കാരണം വീഡിയോ ക്യാമറ പിടിച്ചൊന്നും നമുക്കിത് മല കയറാൻ പറ്റുകയില്ല. ഒരു സേഫ്റ്റി ഇല്ല, ഒരു സെക്യൂരിറ്റി ഇല്ല. ആ പുറകിൽ കാണുന്ന ചെയിനിലൊക്കെ പിടിച്ച് വേണം കയറാനായിട്ട്. ഏതായാലും മണ്ടയ്ക്കെത്തി ഫോട്ടോയൊക്കെ എടുത്ത് ആ ഒരു ത്രില്ലിൽ താഴെ ഇറങ്ങി. ജസ്റ്റ് വേറൊന്നിനുമല്ല, ആ ഒരു അഡ്രിനാലിൻ റഷ് എനിക്കിഷ്ടമാണ് ഇതൊക്കെ. അതിനുവേണ്ടി വലിഞ്ഞു കയറി താഴോട്ടിറങ്ങുവാണ്. ഇനിയും ഈ ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ലെഗ് ഡേ കഴിഞ്ഞ് താഴോട്ടിറങ്ങുമ്പോൾ ആ ഒരു ഫീലുണ്ടല്ലോ, അതാണ്. ഇതുപോലൊരു മല ഞങ്ങൾ പണ്ട് തായ്ലൻഡിൽ കയറിയതാണ്. 1260 സ്റ്റെപ്സ്. അവനെ ഞാൻ പുറത്ത് വെച്ച ആ സമയത്ത് വരെ അവനന്ന് കുഞ്ഞായിരുന്നു. ഏതായാലും ലയിങ് ഡ്രാഗൺ മൗണ്ടൻ ടോപ്പിലൊക്കെ പോയൊരു ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളി തിരിച്ചു വന്നു.